എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ലോറൻസിനെ കുറിച്ചാണ്. വിശുദ്ധ ലോറൻസ് ആദിമ ക്രൈസ്തവ സഭയിലെ ധീരനായ ഒരു ദേവദാസനായിരുന്നു. 3-ാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന അദ്ദേഹം സഭയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകരിൽ ഒരാളായിരുന്നു. അദ്ദേഹം റോമിലെ സഭയുടെ ഡീക്കനായി സേവനം ചെയ്തു. ദരിദ്രരെയും രോഗികളെയും സഹായിക്കുന്നതിലും സഭയുടെ സമ്പത്തുകൾ സംരക്ഷിക്കുന്നതിലും അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ആ കാലത്ത് ക്രൈസ്തവർക്ക് റോമൻ സാമ്രാജ്യത്തിൽ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വിശുദ്ധ ലോറൻസ് തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഒരു ദിവസം റോമിലെ അധികാരികൾ സഭയുടെ സമ്പത്ത് കൈമാറണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വിശുദ്ധ ലോറൻസ് കുറച്ച് സമയം അവരോട് ആവശ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹം സഭയുടെ യഥാർത്ഥ സമ്പത്ത് ആരാണെന്ന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം അധികാരികളുടെ മുമ്പിൽ ദരിദ്രരെയും രോഗികളെയും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെയും കൊണ്ടുവന്ന് ഇവരാണ് സഭയുടെ യഥാർത്ഥ സമ്പത്ത് എന്ന ആശയം പ്രകടിപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള വിശ്വാസത്തെയും ദരിദ്രരോടുള്ള സ്നേഹത്തെയും കാണിക്കുന്നു. വിശ്വാസം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കേണ്ട ഒന്നാണ് എന്ന് വിശുദ്ധ ലോറൻസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുകയും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുന്നവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാണെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു. അവസാനം വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്നാൽ വിശുദ്ധ ലോറൻസ് രക്തസാക്ഷിയായി. തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടേണ്ടി വന്നിട്ടും അദ്ദേഹം ദൈവത്തോടുള്ള വിശ്വസ്തത കൈവിട്ടില്ല. വിശുദ്ധ ലോറൻസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. ഒന്നാമതായി, ഏത് പ്രതിസന്ധിയിലും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. രണ്ടാമതായി, ദരിദ്രരെയും ആവശ്യക്കാരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും വേണം. മൂന്നാമതായി, നമ്മുടെ കഴിവുകളും സമ്പത്തുകളും സ്വന്തം നേട്ടത്തിനായി മാത്രം ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമ്മൾ ഉപയോഗിക്കണം. ഇന്നത്തെ ലോകത്തും വിശുദ്ധ ലോറൻസിൻ്റെ മാതൃക വളരെ പ്രസക്തമാണ്. നമ്മുടെ ചുറ്റുമുള്ളവരിൽ സഹായം ആവശ്യമുള്ളവരെ കാണാനും അവരുടെ വേദന മനസ്സിലാക്കാനും അവർക്കായി എന്തെങ്കിലും ചെയ്യാനും നമുക്ക് കഴിയണം. വിശുദ്ധ ലോറൻസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു സത്യമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിലാണ് യഥാർത്ഥ സമ്പത്ത്. വിശുദ്ധ ലോറൻസിൻ്റെ വിശ്വാസവും ധൈര്യവും സേവന മനോഭാവവും നമ്മുടെ ജീവിതത്തിലും വളർത്തിയെടുക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലോറൻസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്ദി.